തൃശൂർ കോർപ്പറേഷന്റെ കുരിയച്ചിറയിലെ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പിനെ തുടർന്നുള്ള ഈച്ചശല്യത്തിൽ ജനങ്ങളുടെ സമരം. കുരിയച്ചിറ നിവാസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന മനുഷ്യച്ചങ്ങല ആരംഭിച്ചു. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, മനുഷ്യച്ചങ്ങല അവിടെ ആരംഭിച്ചു കഴിഞ്ഞു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ, ഇവിടെ ഈ മനുഷ്യച്ചങ്ങല ആരംഭിച്ചു കഴിഞ്ഞു. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ കുരിയച്ചിറയിലാണ്. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഒരു ആർച്ച് നിർമ്മിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളിൽ നിന്നുമുള്ള ഈച്ചകൾ കൊണ്ടാണ് ഈ ആർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഈച്ച ഫാക്ടറിയിലേക്ക് സ്വാഗതം എന്നുള്ള ഒരു ബോർഡാണ് ഇവിടെ ഈ ജനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇത് തന്നെ തൃശൂർ കോർപ്പറേഷനെതിരെ വലിയൊരു സമരവുമായാണ് ഇവിടെയുള്ള ജനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഈ മനുഷ്യച്ചങ്ങല ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. നിരവധി ജനങ്ങളാണ് ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുന്നത്. അവരൊക്കെ തന്നെ ഇവിടെ ഈ റോഡിന്റെ വശങ്ങളിലായി ഒരുമിച്ച് ഈ നിവാസികളെല്ലാവരും കൂടി തന്നെ ഇത്തരത്തിൽ കോർപ്പറേഷനെതിരെ രംഗത്ത് വരികയാണ്. രാഷ്ട്രീയ ഭേദമന്യേ നിരവധി പേരാണ് ഇവിടെ ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോ വീട്ടുകാരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തന്നെയാണ്. അവർ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് വീടുകളിലേക്ക് അവസ്ഥ? കഴിഞ്ഞ ദിവസമൊക്കെ വന്ന സമയത്ത് ഇത്തരത്തിൽ രൂക്ഷമായിട്ടുള്ള ഈച്ച ശല്യം തന്നെയാണ്. ഇപ്പോഴും ഈച്ച ഭയങ്കരമായിട്ട് ശല്യമാണ്. നമുക്ക് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോഴും. എന്തായാലും വലിയ സമരം തന്നെയാണ്. ഇത്തരത്തിൽ കോർപ്പറേഷനെതിരെ ഇങ്ങനെ സമരം ചെയ്തുകൊണ്ട് ഇത് ഈ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ്. അതെ അതെ, അടച്ചുപൂട്ടണം തന്നെയാണ് പറയണത്. അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് കൊണ്ടു നടക്കണം. ഇത് അതും ചെയ്യുന്നില്ല. നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്കൊന്നും തീരെ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. തീർച്ചയായും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി ജനങ്ങളാണ് ഈ ഒരു റോഡിന് വശത്തായി ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുന്നത്. ഓരോരുത്തരും അവരുടെ ഈ കഷ്ടപ്പാടുകളൊക്കെ തന്നെ വീടുകളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പറയുകയാണ്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവരിൽ നിന്നും ഈ പ്രതികരണം നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ ഇത്തരത്തിലൊരു മാലിന്യ സംസ്കരണ പ്ലാന്റ് കൊണ്ട് ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്, ഈ വീടുകളിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുന്നില്ല, അത്തരത്തിൽ ഒരു ജീവിതം മാറി മറിയുന്ന തരത്തിലാണ് ഇവിടെ ഈ കോർപ്പറേഷന്റെ ഈ പ്രവർത്തനം മൂലം ഇവിടെയുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. എന്തായാലും വലിയ സമരത്തിൽ തന്നെയാണ്. വീടുകളിൽ എങ്ങനെയാണ് ഓരോ ദിവസവും കഴിഞ്ഞു കൊടുക്കുന്നത്? ഭയങ്കര ഈച്ചശല്യ. അപ്പൊ നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു സാധനം, ഒരു പാല് തിളപ്പിച്ച് അപ്പിക്ക് ഈച്ച വീഴും, ഒരു മുട്ട പൊരിക്കാൻ വെച്ച് അപ്പിക്ക് ഈച്ച വീഴും. അങ്ങനെയാ, ഒരു സാധനം വെക്കാനിരിക്കാനും പറ്റുന്നില്ല. വലിയ സമരം തന്നെയാണ് ഇത് കോർപ്പറേഷനെതിരെ. ഞങ്ങൾ വലിയ സമരത്തിൽ തന്നെയാണ്. ഞങ്ങൾക്ക് വർക്ക് ചെയ്യണ കടയാണ്. ഞങ്ങളെ ശക്തിയായിട്ട് എതിർക്കാൻ തന്നെയാണ് തീരുമാനം. ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് എന്ത് മറുപടിയാണ് ലഭിക്കുന്നത്? അയ്യോ, അതെന്നോട് ചോദിക്കരുത്. എങ്ങനെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് എന്ത് മറുപടിയാ? ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിക്കണിപ്പോ. കാരണം കുടുംബത്തൊരു സാധനം കഴിക്കാനോ ഒരു ചായ വരെ വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കണേ. എന്ത് വെച്ചാൽ അപ്പം അതിൽ ഈച്ച വീഴും. അല്ല സ്ട്രോ വെച്ചിട്ട് കഞ്ഞി കുടിക്കേണ്ട ഗതികളാണ് ഞങ്ങൾ നിൽക്കണപ്പോ. അവരെ പറഞ്ഞത് എന്ത് പറഞ്ഞാലും മേയർ പറഞ്ഞത് ഇത് അങ്ങനത്തെ ഒരു സോണാണ്, ഇവിടെ നിന്നുള്ള ജനങ്ങളോട് മാറിപ്പോകാൻ പറയാൻ എവിടേക്കാ പോണത്? ഇത്രയും കൊല്ലം ജീവിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കണ്ണിലും മൂക്കിലൊക്കെ ഈച്ച വന്നിട്ട് കിടന്നുറങ്ങാൻ വരെ പറ്റാത്ത അവസ്ഥ. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, കിടന്നുറങ്ങാൻ പറ്റണ്ടേ, അതുപോലും പറ്റാത്തൊരവസ്ഥയല്ല നിൽക്കണേ. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇനിയും പുതിയ പുതിയ സംരംഭങ്ങൾ കൂടെ കൊണ്ടുവരാൻ പോണിപ്പോ. മൃഗങ്ങളെ ദഹിപ്പിക്കാനുള്ള സാധനം, അതിന് പുറമെ സെപ്റ്റി ടാങ്ക് മാലിന്യം, ഇത് എവിടേക്കാ പോണതൊക്കെ? മേയറെ കുടുംബത്ത് കൊണ്ടുവന്നിട്ടതൊക്കെ. അപ്പൊ അതിന്റെ രോഗം എന്താന്ന് മനസ്സിലാവും. ഇനി മഴ പെയ്തു തുടങ്ങിയതിന്റെ രോഗങ്ങൾ എന്താണ്? എന്തെല്ലാം രോഗങ്ങൾ ഇവിടെ വരും ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ? ഇപ്പൊ ഞങ്ങൾക്കൊന്നും ജീവിക്കണ്ടേ ഇവിടെ? ഇത്ര കൊല്ലം 10-45 കൊല്ലം ജീവിച്ച ആൾക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ദയവീതി ഈ സാധനം നിർത്താണ്ട് പറ്റില്ല. ഇനി അല്ലെങ്കിൽ ആ പ്ലാന്റ് കംപ്ലീറ്റ് അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന ചീറ്റ, അല്ലാണ്ടൊന്നും പറ്റില്ല. തീർച്ചയായും വലിയ സമരത്തിൽ തന്നെയാണ് ജനങ്ങളൊക്കെയും. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ കുരിയച്ചിറ സെന്ററിലാണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യച്ചങ്ങല നടക്കുന്നത്. നിരവധി ജനങ്ങളാണ് ഇതിൽ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുന്നത്. കൂടുതലും വീട്ടമ്മമാരാണ്. കാരണം നേരത്തെ അവരൊക്കെ വ്യക്തമാക്കിയതുപോലെ തന്നെയാണ് ഈ ജനങ്ങൾക്ക് വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു ജൈവ മാലിന്യ പ്ലാന്റിന്റെ ഈ ഒരു സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നടത്തിപ്പ് കാരണം. ഇവിടെ എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് സംസ്കരണ പ്ലാന്റിനോടൊപ്പം തന്നെ ഈ ശ്മശാനങ്ങളും ഒക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അത് ഇവിടെയുള്ളവരോട് കാണിക്കുന്ന ഒരു പ്രതികാര നടപടി എന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയുന്നത്. നമ്മളോടൊപ്പം ഇവിടെയുള്ള CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടെ ചേരുകയാണ്. എന്തായാലും ഈ ഒരു കോർപ്പറേഷന്റെ നടപടിക്കെതിരെ ശക്തമായ എല്ലാവിധ ജനങ്ങളും അണിനിരന്നുകൊണ്ടുള്ള ഒരു മനുഷ്യച്ചങ്ങലയാണ്.
ഇവിടെ ഈച്ച ഫാക്ടറി തുടങ്ങുന്ന രീതിയിലുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ആൾക്കാർക്ക്. ഇതിന് ശാശ്വത പരിഹാരം കാണുന്നതുവരെ സമരം തുടർച്ചയായി തുടങ്ങും. മേയർക്കെതിരെ തന്നെയാണ്, മേയറുടെ നിലപാടിനെതിരെ. മേയർക്കെതിരെ തന്നെ സമരം. മേയർ ഒരു കാര്യമില്ല. ഇവിടെ മേയർ ഇവിടെ നമ്മളോട് പറയുന്ന വാഗ്ദാനങ്ങളൊന്നും പാലിക്കുന്നില്ല. കുരിയച്ചിറ പ്രദേശത്തെ എല്ലാ മാലിന്യങ്ങളും കുരിയച്ചിറ കൊണ്ടിടാനുള്ള കോർപ്പറേഷന്റെ നടപടിയെ ശക്തമായിട്ടുള്ള സമര പരിപാടികളായിട്ട് മുന്നോട്ട് പോകും. എന്തുകൊണ്ടാണ് ഇത്രയധികം ഈ ഒരു ശ്മശാനമായാലും അറവുശാലയിലും എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? 22 ഡിവിഷനിലത്തെ മാലിന്യമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവരാനായിട്ട് 6 വണ്ടിയേ ഉള്ളൂ. അപ്പോൾ ഈച്ചകളെ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളാണ് ഇവിടെ വരുന്നത്. ഈ വണ്ടി ഈച്ചകളെയും കൊണ്ടുവന്ന് ഇവിടെ വെച്ചുപെരുകി ഇവിടെ ഒരു ഭക്ഷണം കഴിക്കാനോ കൊച്ചുകുട്ടികളെ സംരക്ഷിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഏറ്റവും നല്ല ആരോഗ്യ ഹെൽത്ത് സെന്ററിന് അവാർഡ് കിട്ടിയ കുരിയച്ചിറ പ്രദേശത്ത് ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ്. ശുദ്ധജലം വരെ കിട്ടണില്ല. ശുദ്ധജലത്തിന്റെ മോട്ടർ കേടായിട്ട് 1 വർഷത്തോളമായി. കുടിവെള്ളമില്ല. എല്ലാ രീതിയിലും കുരിയച്ചിറനെ തൃശ്ശൂർ കോർപ്പറേഷൻ അവഗണിക്കാണ്. ഇനി ശക്തമായ സമരങ്ങള് മേയറെ തടയുന്ന അടക്കമുള്ള സമരങ്ങളിൽ മുന്നോട്ട് പോകും. തീർച്ചയായും വലിയ പ്രതിഷേധം തന്നെയാണ് ഈ തൃശ്ശൂരിലെ മേയർക്കെതിരെ ഉയർന്നു വരുന്നത്. ഈ ഒരു തൃശ്ശൂർ കോർപ്പറേഷന്റെ മേയർ അത് അന്ന് തന്നെ ഈ ജനങ്ങൾ പരാതി പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞങ്ങൾ എന്തും ചെയ്യുമെന്നുള്ള മറുപടിയാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുത്തതെന്നാണ് CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് തന്നെയാണ് ഓരോ ജനങ്ങളും ഇവിടെ ഈ ഒരു സമരത്തിന്റെ ഭാഗമായി ഇവിടെ അണിനിരക്കുകയാണ്. ഈ ഈച്ച ശല്യം കാരണം പൊറുതിമുട്ടിയ ജീവിതം, ആ ജീവിതത്തിന് മോചനം വേണം. കൃത്യമായും ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് അത് ഒന്നുകിൽ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കണം, അല്ലെങ്കിൽ ആ പ്ലാന്റ് ഇവിടെ നിന്നും അടച്ചു പൂട്ടണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും ഉന്നയിക്കുന്നത്. ആ ഒരു പരാതി തന്നെയാണ് കഴിഞ്ഞ കുറേയധികം കാലങ്ങളായി ഇവിടെ അധികാരികൾക്ക് മുന്നിൽ ഇവരെല്ലാം ഈ ജനങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചിട്ടില്ല. എന്തായാലും സമരത്തിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നുള്ള ആവശ്യം തന്നെയാണ്. അതെ അതെ, അടച്ചുപൂട്ടണം തന്നെയാണ് ആവശ്യം. ഇത് ഭയങ്കര ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങി. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയുക, വേറെ വല്ല അസുഖം വരും. എന്തായാലും ഒരു തീരുമാനം വേഗം കോർപ്പറേഷൻ എടുത്ത് അത്രയും നന്നായി ആഗ്രഹിക്കുന്നു. നിരന്തരമായിട്ട് ഓരോ അധികാരികളെയും കണ്ട് പരാതികൾ കൊടുത്തു, എന്നിട്ട് ഒരു പരിഹാരം ഉണ്ടായില്ല. ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. വളരെയധികം പരാതികൾ കൊടുത്തിട്ടുണ്ട്, പ്രതിഷേധ പ്രകടനങ്ങളും നടത്തിയിട്ടുണ്ട്. ഒരു ഉപകാരമില്ല. വീട്ടിലൊക്കെ ഈച്ച കൊണ്ട് ഇരിക്കാൻ പറ്റില്ല, ഭക്ഷണം വരെ കഴിക്കാൻ പറ്റില്ല. അതേ സാഹചര്യമാണ് ഇപ്പോൾ. തീർച്ചയായും ഓരോരുത്തരും പറയുന്നത് കാര്യങ്ങൾ തന്നെയാണ്. ഈച്ചകളെ കൊണ്ട് ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. അതിന് കാരണമായത് ഈ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് തന്നെയാണ്. അതിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നടത്തിപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടേക്ക് ഈ ശ്മശാനം, വർഷങ്ങളായി ശ്മശാനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, അതോടൊപ്പം ഈ അറവുശാല സ്ഥിതി ചെയ്യുന്നുണ്ട്. അറവുശാലയ്ക്കെതിരെ നേരത്തെ ഇതേപോലെ തന്നെ ഇവിടെയുള്ള ജനങ്ങൾ സമരവുമായി മുന്നോട്ട് വന്നതാണ്. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, കുട്ടികളുണ്ട്, നിരവധിയായി ഈ കുട്ടികളൊക്കെയുള്ള മേഖലയാണ്. അവിടെ കുട്ടികൾക്ക് അസുഖം വരും എന്നുള്ള ഒരു പേടിയിലാണ് ഇവിടെയുള്ള മാതാപിതാക്കളൊക്കെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണ്. തീർച്ചയായിട്ടും ഇവിടെ ഭയങ്കര ഈച്ച ശല്യമുണ്ട്. എൻ്റെ ഗോഡൗണ്ട് അവിടെ കുറേ വീടുകളുണ്ട്. അവിടെ കണ്ടമാനം ഈച്ചേനെ ഇവരിങ്ങനെ സ്ലിപ്പിൽ ഒട്ടിച്ചിട്ട് ഞാൻ കണ്ടു. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പള്ളിയിലുണ്ട് അതുപോലെ ഈച്ച. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറുതായിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ സംബന്ധിച്ചുണ്ട്. ഇത് ഒരു കാരണവശാലും ഇവിടെ അനുവദിക്കില്ല. അത് ഞങ്ങൾ തടയും. തീർച്ചയായും തൃശ്ശൂർ കോർപ്പറേഷനെതിരെ, മേയർക്കെതിരെ വലിയ തരത്തിലുള്ള ഒരു സമരം തന്നെയാണ്. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ മനുഷ്യച്ചങ്ങലയിൽ അണിനിരക്കുന്നത് നിരവധിയായിട്ടുള്ള ജനങ്ങളാണ്. അതിൽ ഓരോരുത്തരും അവരുടെ വീടുകളിൽ ഉള്ള ഒരു അവസ്ഥയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവരൊക്കെ തന്നെയും ഈ സമരരംഗത്ത് ശക്തമായി തന്നെ ഈ ഒരു സംസ്കരണ പ്ലാന്റിനെതിരെ, ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് ഒരു പരിഹാരവും ഇതിന് കണ്ടിട്ടില്ല. ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ് ജനങ്ങൾ. അതെ അതെ, വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞങ്ങൾക്കൊരു പ്ലേറ്റിൽ ചോറിനുമ്പോൾ അതിൻ്റെ ഉള്ളിൽ 8 ഈച്ചയൊക്കെ വരണേ. ഞങ്ങളുടെ പള്ളിയിലെ അച്ഛൻ തന്നെ വീഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് ഈച്ചനാട്ടോ, ഒരു കൈ കൊണ്ട് വീഞ്ഞു കൊടുക്കുക. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിയാ, സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ച ഈ പരിഹാരം കണ്ടിട്ട് മാറും. അതെ അതെ, അത് ഉറപ്പാണ്. തീർച്ചയായും മക്കൾക്ക് ചോറ് കുഴച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വരെ ഈച്ചപ്പെടുകയാണ്. അപ്പൊ അത്രയും ശല്യമാണ് ഈച്ചനെ കൊണ്ട്. നിരവധിയായിട്ട് ഈ പരാതികളൊക്കെ അധികാരികൾ കൊടുത്തിട്ടുണ്ട്. അവർ തിരിഞ്ഞു നോക്കിയില്ലെന്നാണോ? അതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും കുറെ നാളുകളായി തുടങ്ങിയിട്ട്.
കുറച്ച് നാളൊരു ശമനം ഉണ്ടായിരുന്നു, എന്തോ കൊണ്ടുവച്ചു എന്നും പറഞ്ഞിട്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി. ഇപ്പോൾ 6-7 പാഡ് വെച്ചാലാണ് ഈച്ചകള് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരുവിധം ഒന്ന് നമുക്ക് മാറി കിട്ടണില്ല. കിടക്കണ വരയ്ക്ക് കുറച്ച് കിട്ടണത്. പ്ലേറ്റ് കൊണ്ടുവയ്ക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അതിൽ മുഴുവൻ ഈച്ചയാണ്. എങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ കടന്നു പോകുന്നത്? വളരെ ബുദ്ധിമുട്ടാണ്. പാഡുകൾ, ഈച്ചയുടെ പാഡുകൾ വെക്കുന്നുണ്ട്. പിന്നെ ബാറ്റും പിടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് അടുക്കളയിൽ നിൽക്കാനായിട്ട്. ഭക്ഷണം കഴിക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങളിപ്പോൾ നെറ്റൊക്കെ വെച്ചിട്ട് ജനലുകൾക്കും വാതിലുകൾക്കും നെറ്റ് വെക്കുക, പെട്ടെന്ന് അടയ്ക്കുക. കടക്കുമ്പോഴേക്കും 10-15 ഈച്ചകളും നമ്മളെക്കാളും മുമ്പ് കിടക്കും. അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെക്കാനോ ഒന്നിനും പറ്റുന്നില്ല. സ്ഥിരം താമസിക്കാനും ഞങ്ങൾക്ക് പറ്റാത്ത ഒരു അവസ്ഥയാണ്. ഇത് നമ്മൾ ഇതിനെ പ്രതികരിച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് മാത്രം എന്തെങ്കിലും ഒന്ന് അവർ ഓട്ടടയ്ക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യും. പിന്നീട് രണ്ടാമതും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത്. അപ്പം ഇത്രയും ആളുകൾ ജീവിക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് മാറ്റണതാണ് ഉചിതമായിട്ട് തോന്നണത്. എന്തായാലും ഇത്രയധികം ഈ ശ്മശാനമായാലും അറവുശാല ആയാലും ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെയുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ തന്നെയാണെന്നാണോ? അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. ഈച്ച ശല്യം കാരണം കൊണ്ട് ഒരു പ്രകാരത്തിലും ഞങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാനോ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ ഈ ഈച്ച കാരണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. വീടുകളൊക്കെ അടച്ചിട്ടാണ് ഇരിക്കുന്നത്. അടച്ചിട്ടിരിക്കുന്നത് തുറക്കേണ്ട സമയത്ത് പിന്നെ തുറക്കണ്ടേ, വാതിൽ തുറക്കേണ്ട സമയത്ത് തുറക്കണ്ടേ. അപ്പൊ തുടങ്ങി ഈച്ചകൾ പൊതിയും, ചെവിയിലും മൂക്കിലും എന്താ പറയുക ആകെ മൊത്തം പൊതിയും. അതന്നെ അവസ്ഥ. എന്തായാലും വലിയ സമരത്തിൽ തന്നെയാണ് ഈ മനുഷ്യച്ചങ്ങല. നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ കുരിയച്ചിറ സെന്ററിൽ നിരവധി ജനങ്ങളാണ് ഈ പ്രായഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ അണിനിരന്നിരിക്കുന്നത്. ഒരു നാടിന്റെ ഒരു അവസ്ഥ തന്നെയാണ് അവരുടെ ഓരോരുത്തരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം ഈ ദുരിതം അനുഭവിക്കുന്നുണ്ട് ഇവിടെയുള്ള ഈ ജനതാ. കോർപ്പറേഷന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലമാണ് ഈ ഒരു സമര രംഗത്തേക്ക് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത്. അത് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി ഉൾപ്പെടെ ഈ സമരത്തിൽ അണിനിരക്കുന്നുണ്ട്. ആ ബ്രാഞ്ച് സെക്രട്ടറിയാണ് നേരത്തെ നമ്മളോട് വ്യക്തമാക്കിയത്. LDF-ന്റെ ഭരണസമിതിയുള്ള ഈ ഒരു കോർപ്പറേഷനിൽ മേയറുടെ പ്രവർത്തനം ഒന്നിനും കൊള്ളില്ല എന്നുള്ള രീതിയിലായിരുന്നു CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഉൾപ്പെടെ പ്രതികരണം. അത് തന്നെയാണ് ഈ കൃത്യമായും വലിയ സമരവുമായി ഇവിടെയുള്ള ജനങ്ങൾ മുന്നോട്ട് വന്നത്. ഈ ഒരു ജൈവമാലിന്യ പ്ലാന്റ് ഒന്നുകിൽ അടച്ചുപൂട്ടണം, അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇനിയും ദുരിതം അനുഭവിക്കാൻ വയ്യ എന്നുള്ള കാര്യം തന്നെയാണ് ഇവിടെ ഓരോരുത്തരും വ്യക്തമാക്കുന്നത്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്, നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ഒരു സെന്റർ കൂടിയാണ് ഈ കുരിയച്ചിറ. അതോടൊപ്പം ഈ ശ്മശാനവും മൃഗങ്ങളെ സംസ്കരിക്കാനുള്ള ഒരു ശ്മശാനവും അറവുശാലയും ഇത്തരത്തിലുള്ള ഈ കോർപ്പറേഷന്റെ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് ഇവിടെയുള്ള ജനങ്ങളെ കൂടുതൽ ദുരിതത്തിലാക്കുന്നു എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. അറവുശാലയ്ക്കെതിരെ നേരത്തെ ഇത്തരത്തിൽ സമരം സംഘടിപ്പിച്ചിരുന്നു. ആ അറവുശാലയുടെ ദുർഗന്ധം സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം ഈ ശ്മശാനത്തിന്റെ പുകക്കുഴല് അത് തകർന്ന നിലയിലാണ്. അതിൽ നിന്നും വമിക്കുന്ന രൂക്ഷമായിട്ടുള്ള ഗന്ധം, ഇതൊക്കെ സഹിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ വലയ്ക്കുന്ന തരത്തിൽ ഈ ഒരു ഈച്ച ശല്യം കൂടെ വരുന്നത്. അതിനെതിരെയാണ് ഈ ജനങ്ങളൊക്കെ തന്നെ ഇവിടെ ഒന്നടങ്കം ഈ സമരരംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അവരിപ്പോൾ ഈ റോഡിൽ ഈ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത് തന്നെ ഇതിനൊരു തീരുമാനമുണ്ടാകണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള അധികാരികളെ എല്ലാവരെയും തങ്ങൾ നേരിട്ട് കണ്ടു, എന്നിട്ടും അതിനൊരു പരിഹാരമുണ്ടായില്ല. അതിൽ രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഈ ഒരു സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. കൃത്യമായും ഇതിലൊരു നടപടി ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വലിയ സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാവരും വ്യക്തമാക്കുന്നത്. ദൃശ്യ മനോജാണ് വിവരങ്ങൾ നൽകിയത്.